നമ്മളുടെ പോർട്സ് കളർ മെമ്പേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ ആരംഭിക്കുകയാണ്. ഡേവിഡ് ആദ്യ ഗാനം ആരംഭിക്കുന്നു. ഹരിവരാസനം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഈ ഒരു വേളയിൽ ഒരു നൊസ്റ്റാൾജിയ, ഒരു പഴയ പാട്ട്. താമസമെന്തേ വരുവാൻ താമസമെന്തേ എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. താന്തയാമിനി തൻ പൊൻവിളക്ക് പൊലിയാറാ മാഗന്ധ ശാഖകളിൽ കിളികൾ മയങ്ങാറാ. താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. സുഹൃത്തുക്കളെ, നമ്മളുടെ കാര്യപരിപാടികളിലേക്ക് കടക്കുവാനായിട്ട് ഇനി അല്പസമയം കൂടെ ബാക്കിയുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന പല കാലഘട്ടത്തിൽ കഴിഞ്ഞ 10-30 വർഷമായിട്ട് വിവിധ സമയങ്ങളിൽ ഈ പ്രോസസ് കളറിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാരും അവരുടെ കുടുംബങ്ങളുമൊക്കെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കൂടുതലും ആൾക്കാർക്കൊക്കെ പരിചയമുണ്ടെങ്കിലും പരിചയമില്ലാത്ത ചില ആൾക്കാർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയം നമ്മൾ പരസ്പരം പരിചയപ്പെടുത്തിക്കൊണ്ട്, അതായത് ഓരോരുത്തരെയും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് പരസ്പരം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ഒരു കാരണമാകുന്നുണ്ട്. അതിനായിട്ട് മൈക്ക് ആൾക്കാരുടെ അടുത്തേക്ക് വരും. സ്റ്റേജിലൊന്നും കയറി ബുദ്ധിമുട്ടണമെന്നില്ല. ഇപ്പോൾ മൈക്ക് വരുമ്പോൾ ഓരോരുത്തർ അവരവർ ആരാണെന്നും ഏത് കാലഘട്ടത്തിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നും ഒക്കെ ഒന്ന് അനൗൺസ് ചെയ്യാൻ വലിയ ഉപകാരമായിരിക്കും. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് MC ജോസഫ് എന്നാണ്. ഞാൻ 98 മുതൽ 2002 വരെയാണ് പ്രോസസ് കളറിൽ ജോലി ചെയ്തിരുന്നത്. അവിടെ സിസ്റ്റം ഡിസൈനായിരുന്നു എൻ്റെ ജോലി. അതിനുശേഷം 2002 പകുതിയോടുകൂടിയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. കോളേജ് ജീവിതം കഴിഞ്ഞ് ആദ്യം നേരെ വന്ന് മറ്റൊരു കോളേജ് ക്യാമ്പസ് പോലെ തന്നെ ഫീൽ ചെയ്യിപ്പിച്ചൊരു സ്ഥലമായിരുന്നു നമ്മുടെ പ്രോസസ് കളർ. ഒരേ പ്രായത്തിലുള്ള കുറേയധികം ചെറുപ്പക്കാർ, ഭയങ്കര രസകരമായ ഓർമ്മകളൊക്കെ ഉണ്ട്.
ഇപ്പോൾ താമസിക്കുന്നത് പനമ്പള്ളി നഗർ എന്ന് പറയുന്ന ഇവിടെ അടുത്ത സ്ഥലത്താണ്. ചെറിയൊരു സ്ഥാപനം സ്വന്തമായി റൺ ചെയ്യുന്നു. ഫിലിം മേക്കിംഗ് ആണ് ജോലി. അതിൻ്റെ ഭാഗമായിട്ടൊരു പെരക്ക മീഡിയ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, അത് റൺ ചെയ്യുന്നു. കുടുംബം ഇവിടെ എത്തിയിട്ടില്ല. ഭാര്യയും 2 ആൺമക്കളുമാണുള്ളത്. താങ്ക് യു. എൻ്റെ പേര് സുനിൽ രാമചന്ദ്രൻ. ഞാൻ പ്രോസ് കളറിൽ വർക്ക് ചെയ്തിരുന്നത് 97-2001 കാലഘട്ടത്തിലാണ്. ഞാൻ അവിടുത്തെ ടെക്നിക്കൽ മാനേജറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോൾ ടെക്മാക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം നടത്തുന്നു. അവിടെ കമ്പ്യൂട്ടറിൻ്റെ ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്സ്, CCTV അതിൻ്റെ എല്ലാം സെയിൽസ് സർവീസ് ചെയ്യുന്നു. എൻ്റെ വൈഫ് രാഖി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ 2 കുട്ടികൾ. മൂത്ത ആൾ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞു, ജസ്റ്റ് കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ 9th സ്റ്റാൻഡേർഡിലാണ്. താങ്ക് യു. എൻ്റെ പേര് മാത്യു. 95 മുതൽ പ്രോസസ്സിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും പ്രോസസ്സിൽ തന്നെയുണ്ട്. എനിക്ക് 2 കുട്ടികളാണ്. മോള് ISROയിൽ PhD ചെയ്യുന്നു. മോൻ 12ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നു. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ജോബി, കുമ്പളം. ശരി. ഓക്കെ, ഞാൻ 93 ജോയിൻ ചെയ്തു. കൊപ്പനാട്ടിൽ. ഓക്കെ, 2003 ഞാൻ അവിടെ നിന്ന് പോന്നു. ദുബായിലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഇഗ്നിറ്റ ഹോളോഗ്രാഫിക്സ് എന്ന് പറഞ്ഞ രാജൻ സാറിൻ്റെ നമ്മുടെ കുടുംബ വീട്ടിൽ വീണ്ടും ഞാൻ ജോയിൻ ചെയ്തു. ഒരു ഭാര്യയും 2 മക്കളും. മോൻ BTechന് പഠിക്കണു, മോള് 8th പഠിക്കുന്നു. സന്തോഷകരമായിട്ട് പോകുന്നു. താങ്ക് യു. എൻ്റെ പേര് ജോജി ഈപ്പൻ. എന്നെ പരിചയമില്ലാത്തവർ ഉണ്ടോ എന്നറിയില്ല. ഞാൻ 2020 അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 89 ഈ പ്രോസ് കളറിൽ പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യും. 99 വരെയും ഞാനുണ്ടായിരുന്നു. 2000 ശേഷം ഇപ്പോൾ 10-21 വർഷമായെങ്കിലും അവിടെ ഉള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് അകത്തും പുറത്തുമൊക്കെ ആയിട്ടുള്ള ഒരു പരിചയവും ബന്ധവും ഒക്കെ ഉള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാർക്കും അറിയാം എന്ന് വിശ്വസിക്കുന്നു. എന്നാലും എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മോനും എത്തിയിട്ടുണ്ട്. ഭാര്യ ജിജി ഇവിടെ എത്തിയിട്ടുണ്ട്. മോൻ അല്ലൻ കാണുന്നില്ല. ഇനിയൊരു മോളും കൂടെ ഉണ്ട്. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ദുബായിലാണ്. അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ഡേവിഡ്. എന്നെ അറിയാത്തവർ കുറച്ച് പേര് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഡേവിഡ്. ഞാൻ ഇവിടെ വെണ്ണലയിൽ താമസിക്കുന്നു. ഞാൻ പ്രോസസ് കളറിൽ ഒരു എത്രയാണെന്ന് അറിയത്തില്ല, ഒരു 15 വർഷം വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം ദുബായും ഷാർജയൊക്കെ ഒന്ന് കാണാൻ പോയിരുന്നു. എന്നിട്ട് 2 വർഷം കഴിഞ്ഞ് തിരിച്ച് വരുന്നു. പിന്നെ ഇവിടെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുകയാണ് ഞാനും വൈഫും കൂടെ. ഇൻഷുറൻസിൻ്റെ ആക്സിഡൻറ്റ് ഇൻഷുറൻസിൻ്റെ ക്ലെയിമിൻ്റെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. 2 മക്കൾ. ഒരു മോള് ബാംഗ്ലൂരിൽ ക്രൈസ്റ്റ് കോളേജിൽ MSc പഠിക്കുന്നു, ഡാറ്റാ സയൻസ്. മോന് ഇപ്പോൾ 5ാം ക്ലാസ്സിലോട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഹലോ, എൻ്റെ പേര് ബിജി മോൾ. എന്നെ ഇവിടെ വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഓൾമോസ്റ്റ് 3 years സിസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. എൻ്റെ ലൈഫിൽ വളരെ നല്ല മെമ്മറീസുള്ള ഒരു പീരീഡായിരുന്നു ഞങ്ങൾ സിസ്റ്റം ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നവർ. ഇപ്പോൾ അതിൽ കുറച്ച് പേരേ ഉള്ളൂ, കുറച്ച് ഗേൾസും കുറച്ച് ബോയ്സും ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത്, അതെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ 97 ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി. എൻ്റെ കല്യാണത്തിന് കുറച്ച് പേരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോൾ എറണാകുളത്തോടെ പാസ് ചെയ്യുമ്പോഴും ആ ഓവർബ്രിഡ്ജ് വരുമ്പോൾ ഞാൻ പറയും, ഇത് മമ്മി വർക്ക് ചെയ്തിരുന്ന സ്ഥലം, ഇത് പ്രോസസ് കളർ, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, മമ്മി മതി ഇനി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്കറിയാം. അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഹൃദയത്തിനോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് പ്രോസസ് കളർ, ലിത്തൈഡ്, അല്ലെങ്കിൽ അവിടുത്തെ മെമ്മറീസ് എന്നൊക്കെ പറയുന്നത്. എന്തായാലും അതുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഈ സമയം ഇവിടേക്ക് വന്നതും നിങ്ങളെല്ലാവരെയും കാണണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ വന്നത്. എന്തായാലും മനസ്സ് നിറഞ്ഞു എല്ലാവരും കണ്ടതിൽ. ഇനിയും നമ്മുടെ ഈ കൂട്ടായ്മ നമുക്കിതുപോലെ തന്നെ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്, ഒമാൻ ഓയിൽ കോർപ്പറേഷനിലാണ്.
ആള് ജസ്റ്റ് സാറ്റർഡേ ലീവ് കഴിഞ്ഞ് പോയി. അതൊന്ന് 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. അത് ആ സമയത്ത് അത്ര ആലോചിച്ചില്ല, കുറച്ച് ബിസി ആയിരുന്നു ഞങ്ങൾ. പിന്നെ എനിക്ക് 2 മക്കളാണ്. മോള് BDS ഫൈനൽ ഇയർ, മോൻ +2 പഠിക്കുന്നു. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഹലോ, എൻ്റെ പേര് സുരേഷ്. ഞാൻ 91-ലാണ് ജാന ഓപ്സെറ്റിൽ പ്രോസസ് കളറിൽ ജോലി ചെയ്തത്. അപ്പം രായ സാറ് എന്നെ വിളിച്ചു, ഞാൻ വന്നു. എനിക്കും എൻ്റെ വൈഫിനും അവിടെ ജോലി ചെയ്യാനുള്ള അവസരം തന്നു. കുറേ വർഷങ്ങൾ, 17 വർഷത്തോളം, 17-18 ആണെന്ന് തോന്നുന്നു ജോലി ചെയ്തു. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ടല്ല, വീട്ടിൽ ഇരുന്ന് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു, ഓയിൽ പെയിൻറ്റ് ചെയ്യുന്നു, അങ്ങനെ കഴിയുന്നു. പിന്നെ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും വൈഫ് ഒന്നിച്ചാണ്. ഞങ്ങൾ പോകുന്നു വരുന്നു, കുട്ടികളൊന്നുമില്ല. സന്തോഷം. ഞാൻ ജോളി പീറ്റർ. 92-93 പ്രോസസ് കളറിനോട് വിട പറഞ്ഞെങ്കിലും വീണ്ടും ഒരു 3 വർഷം പ്രോസസ് കളറിൻ്റെ ചില വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇപ്പോൾ ഞാൻ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഭാര്യ, 2 മക്കൾ. എൻ്റെ മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. മൂത്ത ആൾ ജോർജ് ഷെറിൻ, ഇളയാൾ ജോവാൻ പീറ്റർ. എൻ്റെ പേര് ഷിമി ജോർജ്. ഞാൻ 93-99 പീരീഡിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്നു. എൻ്റെ ഹസ്ബൻഡ് സെബി ജോർജ് വന്നിട്ടുണ്ട്. മക്കൾ 2 പേര്. മൂത്ത ആൾ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നു, ഇളയാൾ +2 ഇപ്പോൾ പഠിക്കുന്നു. ഇവിടെ വന്നിട്ടുണ്ട്. താങ്ക് യു. മൈ നെയിം ഈസ് പ്രഭാകർ. എൻ്റെ വൈഫ് ആശാലത. അതിന് 2 കുട്ടികളും. ട്രാൻസ്ലേറ്റ് ചെയ്യും. ഈ വിളിക്കുന്ന ഭാര്യമാരൊന്ന് എഴുന്നേറ്റ് നിൽക്കണേ, എല്ലാവരും ഒന്ന് കാണാനായിട്ടാ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഓക്കെ, ശരി. 2 മക്കളുണ്ട്, അഞ്ജൻ ആൻഡ് അർജുൻ. ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജയൻ. ഞാൻ 2001-ലാണ് ജോയിൻ ചെയ്യുന്നത് പ്രോസസ് കളറിൽ. ആദ്യം ഗുണ്ടാപ്പിരിവായിരുന്നു, പൈസയൊക്കെ പിരിക്കാൻ. അത് കഴിഞ്ഞ് സാറ് അവിടെ തന്നെ മാർക്കറ്റിൽ നടന്നോളാൻ പറഞ്ഞു. ഒരു ഭാസ്കരേട്ടൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ പുറകിൽ നടക്കുന്ന ആദ്യത്തെ പണി. അത് കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ എന്നാലും രാജസാറിനെ വിട്ട് പോയിട്ടില്ല. ഇപ്പോഴും ജാനിൽ തന്നെ ഉണ്ട്, ദൈവം സഹായിച്ചിട്ട്. എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടേ പോകുള്ളൂ എന്നുള്ള പ്ലാനിലാണ്. പിന്നെ ഭാര്യ, 2 മക്കൾ. ഒരാൾ +2 കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്നു, വയനാട്. ആൾക്കിന്ന് പോകണം, അതുകൊണ്ട് ആണ് അവരൊന്നും വന്നിട്ടില്ല. 2ാമത്തെ ആൾ 3rd സ്റ്റാൻഡേർഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഖലൈ, തോപ്പുംപടിയാണ് സ്വദേശം. 90-91 കാലഘട്ടങ്ങളിലാണ് പ്രോസസ് കളറിൽ വർക്ക് ചെയ്തിരുന്നത്. ഒരു 2-2.5 വർഷത്തിന് ശേഷം മാതൃഭൂമി പത്രത്തിലേക്ക് ജോലി കിട്ടിപ്പോയി. അതിനുശേഷം ഗവൺമെൻറ് സർവീസിൽ നിന്ന് പ്രവേശിച്ചു. കഴിഞ്ഞ 31-ന് റിട്ടയർ ചെയ്തു. 2 കുട്ടികളാണ്. മോള് അടുത്ത് ജോലിക്ക് കയറി ഡോമിനോസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ. അവൾ ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സാണ് കഴിഞ്ഞത്. മോനുണ്ട്, അവനിപ്പോൾ BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈഫ് ദീപ. അവരിവിടെ എത്തിയിട്ടില്ല. എല്ലാവരും വീണ്ടും കാണാൻ സാധിച്ചുള്ള സന്തോഷം പങ്കുവെക്കുന്നു. നന്ദി. താങ്ക് യു. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് പോൾ ജോസഫ്. ഞാൻ 1991 കാലഘട്ടത്തിലായിരുന്നു പ്രോസസ് കളറിലുണ്ടായിരുന്നത്. കുറച്ച് നാളിന് ശേഷം പിന്നെ അതിനുശേഷം ടെക്നോ എന്ന് പറഞ്ഞ കമ്പനിയിൽ പോയി. ഇപ്പം ലിനി പ്രോസസ് കളർ ജോലി ചെയ്യുന്നതാണ്. അതിനുശേഷം 92-ൽ ഞങ്ങൾ മാരീഡായി. 3 കുട്ടികൾ. മൂത്ത ആൾ ജോലി ചെയ്യുന്നു ദുബായിൽ, 2ാമത്തെ ആളും ബോംബെ ജോലി ചെയ്യുന്നു, 3ാമത്തെ മകൻ ബോംബെയിൽ 3-ാം വർഷം ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുന്നു. താങ്ക് യു. പേര് ബാബു GS. ഞാൻ 1991 മുതൽ 2006 വരെ പ്രോസസ് കളറിലുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഇംപ്രസീവ് ഇംപ്രഷൻസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം, പ്രിൻറ്റിംഗ് റിലേറ്റഡ് വർക്കുകൾ ചെയ്യുന്നൊരു സ്ഥാപനം നടത്തുന്നു. എൻ്റെ പങ്കാളി ഇവിടെ ഉണ്ട്, ബിജു KB എന്നാണ്. ഒന്ന് എഴുന്നേറ്റ്. 2 കുട്ടികളുണ്ട്. മൂത്ത ആൾ PG കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇളയാൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം കേരള മീഡിയ അക്കാഡമിയിൽ ജേർണലിസം കോഴ്സിന് പഠിക്കുന്നു. എൻ്റെ പേര് ഭാസ്കരൻ. വീട് ഒറ്റപ്പാലത്താണ്. ഞാൻ 94 മുതൽ 2005 വരെ പ്രോസസ് കളറിലുണ്ടായിരുന്നു. അതിനുശേഷം ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടി. 2021 ലാസ്റ്റ് റിട്ടയറായി. പിന്നെ എനിക്ക് ഭാര്യയും 2 കുട്ടികളാണുള്ളത്. മൂത്ത മോള് ഇപ്പോൾ തിരുവനന്തപുരത്ത് MBA പഠിച്ചുകൊണ്ടിരിക്കുന്നു, 2nd ഇയർ. പിന്നെ മോനാണ്, മോൻ BBA കഴിഞ്ഞ് MBA പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഭാര്യ ശ്രീലത സ്കൂൾ ടീച്ചറാണ്. പിന്നെ ഇതുമാതിരിയുള്ള കൂട്ടായ്മകൾ ഡിജിറ്റൽ യുഗത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ്. എന്നിരുന്നാലും
ഇത്രയും വർഷത്തിന് ശേഷം ഒരുമിച്ച് കാണുക എന്നുള്ളത് ഒരു വലിയൊരു ഓർമ്മക്കൂട്ടം തന്നെയാണ്. അതുതന്നെയാണ് നമ്മൾ എത്തിച്ചേരാനും എല്ലാവരെ കണ്ടതിലും അതിയായ സന്തോഷമുണ്ട്. എൻ്റെ പേര് വിന്നി ആൻ്റണി. ഞാൻ 91 മുതൽ ക്രോസ് കളറിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും രാജസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് 2 പിള്ളേർ. ഒരാൾ ആൻ്റണി, മകൻ്റെ പേര് ആൻ്റണി. ആൻ്റണി കാനഡയിൽ വർക്ക് ചെയ്യുന്നു. മകളുണ്ട്, മകള് ആൻമേരി. ഇവിടെ വന്നു. എൻ്റെ ഭാര്യ സ്മിത. എല്ലാവരും പഴയ ആൾക്കാരൊക്കെ കണ്ടതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. എൻ്റെ പേര് പ്രേമ. ചിരിക്കണ്ട. സാറിൻ്റെ കൂടെ കൂടി പിന്നെ സാറിൻ്റെ കൂടെ രാജസാറിൻ്റെ കൂടെ തന്നെ ഉണ്ട്. സുഖമായിട്ട് പോകുന്നു. ഹസ്ബൻഡ് ചോയ്സിൽ വർക്ക് ചെയ്യുന്നു. ചോയ്സിൻ്റെ ഒരു ഡയറക്ടറാണിപ്പോൾ. പിന്നെ പിള്ളേർ 2 പെൺകുട്ടികൾ. മൂത്താളുടെ കല്യാണം കഴിഞ്ഞു, ഇളയാൾ വർക്ക് ചെയ്യുന്നു. 2 പേരും ജോനാസ്ബർഗിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. എല്ലാ പ്രാവശ്യവും പറയും കാണണം കാണണമെന്ന്, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കൂടണമെന്ന്. ഇത്ര നാൾ നടന്നില്ല. ഇത്ര നാൾ എല്ലാവരും കൂടെ പ്രയത്നിച്ച് ഇങ്ങനൊരു കാര്യം നടന്ന് വളരെ വളരെ സന്തോഷം എല്ലാവരെയും കണ്ടത്. എൻ്റെ പേര് ആൻസി. ഇവിടെ ഓൾമോസ്റ്റ് കുറേ പേർക്ക് എന്നെ അറിയാം. പിന്നെ പുതിയ ആൾക്കാരെ ഒന്നും എനിക്കും അറിയത്തില്ല, അവർക്ക് എന്നെ അറിയത്തില്ലെന്ന് തോന്നുന്നു. പ്രോസസ് കളർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു തുടക്കം അവിടെ നിന്നായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. പിന്നെയും പോയി രക്ഷപ്പെട്ടു. ഞാൻ നിങ്ങളെ വെറുതെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് അബുദാബിയിലായിരുന്നു. ഈ കഴിഞ്ഞ വർഷം എൻ്റെ ഹസ്ബൻഡ് അവിടെ വെച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം കൊണ്ട് മരണപ്പെട്ടു. പിന്നെ ഞങ്ങൾ നവംബർ തുടങ്ങി ഇവിടെ നാട്ടിലാണ്. എൻ്റെ മോൻ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. എനിക്കൊരു മോളും കൂടെ ഉണ്ട്. അവൾ ഇറ്റലി പഠിക്കുവാണ്. പിന്നെ എല്ലാവരെയും കണ്ടതിൽ സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള ഒരു കാര്യം സംഘടിപ്പിക്കാൻ വേണ്ടി ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയല്ലോ. പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ ഒന്നുകൂടെ പുതുക്കാനായിട്ട് സാധിച്ചു. വളരെ സന്തോഷം. എൻ്റെ പേര് റാണി. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല, വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 3 മക്കളാണ്. 2 പേര് ട്വിൻസാണ്. +2 കഴിഞ്ഞു. റിസൾട്ടിന് വെയിറ്റ് ചെയ്യണു. പിന്നത്തെ ആൾ എന്നെ കണ്ട പ്രായം തോന്നുമെങ്കിലും കുറച്ച് ചെറിയ കുട്ടിയാണ്. UKG ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ 3 മക്കൾ. പിന്നെ ചേച്ചി പറഞ്ഞ് എനിക്കറിയാം, പ്രോസസ് കളർ വളരെ നല്ലൊരു ഗ്രൂപ്പായിരുന്നു. പഴയ ആളുകൾ ഭയങ്കര സ്നേഹമുള്ള ആളുകളായിരുന്നു. അവരെയൊക്കെ ഒന്നിച്ച് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും എല്ലാ ആശംസകളും. എൻ്റെ പേര് ബിന്ദു ജേക്കബ്. ഞാൻ പ്രോസസ് കളറിൽ 96, 97 1.5 വർഷം ഉണ്ടായിരുന്നു. ഞാൻ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നീറ്റ ജലാറ്റിൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ജോലി കിട്ടി. അങ്ങോട്ട് പോയി. ഇപ്പോൾ അവിടെ 25 വർഷം വർക്ക് ചെയ്യണു. 2 കുട്ടികളുണ്ട്. മൂത്താൾ CMA പഠിക്കുന്നു, ഇളയാൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹസ്ബൻഡ് ടീച്ചറാണ്. ഇപ്പോൾ തൽക്കാലം ട്യൂഷൻ സെൻറ്റർ നടത്തുന്നു വീട്ടിൽ. എൻ്റെ പേര് മിൽസി ജേക്കബ്. ഞാൻ പ്രോസസ് കളറിൽ 97, 2000 കാലഘട്ടത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ രജിസ്ട്രേഷൻ വകുപ്പിൽ ജോലി ചെയ്യുന്നു. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. താങ്ക് യു. എൻ്റെ പേര് ഷീജ സുന്ദരം. ഞാനിപ്പോൾ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. അതിനു മുമ്പ് റോയ്സാൻ്റെ ഓഫീസിലായിരുന്നു. അവിടെ നിന്നാണ് ഇങ്ങോട്ട് ജോയിൻ ചെയ്തത്. കുറച്ച് പേരെയൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രോസസ് കളറിൻ്റെ സുവർണ്ണ കാലഘട്ടമായ ഒരു 95, 98 കാലഘട്ടത്തിൽ വർക്ക് ചെയ്ത ആളാണ്. എൻ്റെ ഭാര്യ അനില എത്തിയിട്ടുണ്ട്. മോള് MBA കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുകയാണ്. മോന് MBAക്ക് ക്രൈസ്റ്റിൽ ബാംഗ്ലൂർ പഠിക്കുകയാണ്. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഈ പരിപാടി കണ്ടക്ട് ചെയ്ത, അതിന് മുൻകൈ എടുത്ത, ഇങ്ങനെ മനസ്സിലൊരു ആശയം ഉദിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. എൻ്റെ പേര് വിജിത്ത്. ഞാൻ മൈക്ക് അടുപ്പിച്ച് വെച്ചോ. 2003 വരെ പ്രോസസ് കളറിലുണ്ടായിരുന്നു. വൈഫ്, 2 കുട്ടികൾ. മൂത്താൾ BTech സെക്കൻഡ് ഇയറായി. ഇളയാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് വന്നേക്കുവാണ്. ആഗ്ന വിജിത്ത്. എൻ്റെ പേര് ജോസ് പി വർഗീസ്, സണ്ണി എന്ന് വിളിക്കും. ഞാൻ 1990 മുതൽ പ്രോസസ് കളറിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഒരു 3 വർഷമായി. അവിടെ തുടക്കം എന്ന നിലയിൽ ഇപ്പോൾ എല്ലാവരുമായിട്ട് നമുക്ക് അറിയാവുന്ന എല്ലാ മുഖങ്ങളെയും ഒന്നിച്ച് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. കാരണം ഒരു വലിയ സംഭവമാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ജോജി, ജോസഫ്, എല്ലാം, ജോൺസണൊക്കെ ഇന്ന് ഇവിടെ എത്തി ഇതിനുവേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. പക്ഷെ ഞാൻ ഈ സമയത്ത് നമ്മുടെ കൂടെ നിന്ന് 12 പേര് കടന്നു പോയിട്ടുണ്ട്. ആ 12 പേരെ ഞാനിപ്പോൾ ഓർക്കുകയാണ്.
ഒന്ന് CPD നായർ എന്ന് പറഞ്ഞ ജനറൽമാരുടെ രാജ്യം, അവസാനം യേശുദാസ്. ഓഗസ്റ്റ് ഞാൻ ഇതിനകത്ത് വരാനായിട്ട് അവൻ്റെ നമ്പർ അന്വേഷിച്ച് വിളിച്ചപ്പോൾ അവൻ്റെ ഭാര്യയാണ് ഫോണെടുത്തത്. എടുത്തപ്പോൾ ഈ യേശുദാസ് കടന്നുപോയ വിവരം ഓഗസ്റ്റ് 26 കടന്നുപോയി. നമ്മൾ ശരിക്കും ഈ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ കൂടുമ്പം സത്യത്തിൽ അവരെ ഒരു നിമിഷം ഒന്ന് ഓർക്കുന്നതല്ലായിരിക്കും. കാര്യം അത് ചടങ്ങായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ അതൊരു ഒരു വിഷമം തോന്നി. കാര്യം പ്രമോദ്, സ്മിത, ഇങ്ങനെ അനിൽ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇവരുടെ എല്ലാം ഒരു വലിയൊരു പ്രവർത്തനമായിരുന്നു ഈ പ്രോസസ് കളർ എന്ന സ്ഥാപനം. അവരുടെ രാത്രിയിലെ വർക്കും അവരുടെ ഓർക്കളത്തിലുള്ള ഓട്ടവുമാണ് ഇവിടെ എല്ലാം ഈ പ്രസ്ഥാനം ഇത്രയും വളർന്ന് അനുഗ്രഹിക്കപ്പെട്ട. രാജസ്ഥാനെ പ്രത്യേകം അതിനുവേണ്ടി ഓടി നടന്ന രാജസ്ഥാൻ എപ്പോഴും അതിനുവേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു വിഞ്ഞെന്ന് പറയുന്ന വളരെ ആത്മാർത്ഥയോടെ ചെയ്ത് വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നു. സന്തോഷമുണ്ട്. ഞങ്ങൾ മാറി നിന്ന് കാണുന്നുണ്ട് ആ സന്തോഷം. ആ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം വന്നു കൂടാൻ പറ്റിയതിൽ ദൈവത്തോട് നന്ദി പറയുന്നു. എല്ലാ നന്മകളും കൂടി വന്നവർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. പരിചയപ്പെടുത്തിയില്ല. ഹലോ, എനിക്ക് രണ്ട് മക്കളാണ്. ഒരു മോളും ഒരു മോനും. മോളുടെ വിവാഹം കഴിഞ്ഞു, മോക്കൊരു കുഞ്ഞുണ്ടായി. മോളെ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്, പുറത്താണ് ജോലി ചെയ്യുന്നതെങ്കിലും. മോന് BTech കഴിഞ്ഞവന് TCC വർക്ക് ചെയ്യുന്നു, വർക്ക് ഫ്രം ഹോമായിട്ട് വീട്ടിൽ വന്നു. എനിക്ക് എൻ്റെ ഭാര്യ ആനി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. ഞാൻ ആക്ച്വലി ഇയർ ഓർക്കുന്നില്ല. ഞാനൊരു 19 നമ്മൾ കല്യാണം കഴിഞ്ഞ് 93 എനിക്കൂടെ ഒരു 90s തുടങ്ങി ഞാൻ അവിടെ ഉണ്ട്. ഒരു 3-4 വർഷം എന്തോ ഉണ്ടായിരുന്നു ഞാനവിടെ. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ, പ്രേമ, സ്മിത, ഞങ്ങൾ 3 പേരുമായിരുന്നു ഫീമെയിൽ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കി പ്രേമ, വിന്നി, അങ്ങനെ ഒത്തിരി പേര് പരിചയപ്പെടുന്നുണ്ട് എല്ലാവരും തന്നെ. അപ്പോൾ വളരെ നന്ദി. ഞാനപ്പോൾ ഓർക്കുക. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോംബെയിൽ പോയി. ഞങ്ങൾ 21 ഇയേഴ്സായിട്ട് ബോംബെയിലാണ്. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് എനിക്ക് എൻ്റെ മമ്മി എൻ്റെ ഡെത്തായിരുന്നു. അപ്പോൾ 30ാമത്തെ ഒരു പ്രെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാനങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു നല്ലൊരു ചാൻസ് കിട്ടി എല്ലാവരെയും കാണാനായിട്ടും. എല്ലാവരും ഒന്നും കൂടി ആ ഓർമ്മകൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ, ഒത്തിരി മധുരിക്കുന്ന ഒരു ഓർമ്മകൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ എല്ലാവരും എന്നെ ഓടി വന്നു, ലിൻചേച്ചി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓരോരുത്തരും കാണുമ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ എല്ലാം കൂടുതലായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ ഹസ്ബൻഡ് പോള് നേരത്തെ സംസാരിച്ചു. ഞങ്ങൾക്ക് 3 കുട്ടികൾ. മൂത്താൾ അവൾ ദുബായിൽ വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ആൾ അവളും ബോംബെയിൽ വർക്ക് ചെയ്യുന്നു, മൂന്നാമത്തതൊരു മോനാണ്. അവൻ ഇപ്പോൾ ഗ്രാജുവേഷൻ BMS ഫൈനൽ ഇയറായിട്ട് പഠിക്കുന്നു. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കൃപയിലെല്ലാം നന്നായിട്ടിരിക്കുന്നു. ഇനി എല്ലാവർക്കും നല്ല നന്മകൾ പ്രാർത്ഥിക്കുന്നു, നേരുന്നു. ഇനിയും ഇങ്ങനെയുള്ള ഓരോ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇങ്ങനെയുള്ള വെഞ്ചേഴ്സ് അലുമിനി ഓർഗനൈസ് ചെയ്യണം. ഇനി ഫ്യൂച്ചർ ജനറേഷനും മിനി ആൻഡ് ടീം, പ്രഭ, എല്ലാവർക്കും ഗുഡ് ലക്ക്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതലായിട്ട് നന്മയിലേക്ക് പ്രോസസ് കളർ സ്ഥാപനം വളരട്ടെ. രാജൻ സാറും ബാക്കിയുള്ള എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് വിനോദ്. ഞാൻ 92 നവംബർ മുതലാണ് അവിടെ വർക്ക് ചെയ്തത് പ്രോസസ് കളറിൽ. എത്ര വർഷം വർക്ക് ചെയ്തു എന്നറിയില്ല, കാലം പോയത് അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ നടത്തുകയാണ് പാലാരോട്ടത്ത്. ഞാൻ സത്യനാരായണൻ. 1990 മുതൽ 95 വരേക്കും പ്രോസസ് കളറിൽ വർക്ക് ചെയ്തിരുന്നു. എനിക്ക് ഭാര്യയും 2 മക്കളും. മൂത്ത മോൻ BTechന് പഠിക്കുന്നു, മോള് 10th പഠിക്കുന്നു. പിന്നെ എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത് പ്രോസസ് കളറിൽ നിന്നാണ്. അതിൻ്റെ കാരണക്കാരായിട്ടുള്ള രാജൻ സാറും പിന്നെ നമ്മുടെ ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബുചേട്ടനാണ് എന്താണ് ജോബ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വ്യക്തി. അപ്പോൾ അവരോടൊരു കടപ്പാട് ഏതായാലും പ്രത്യേകിച്ചുണ്ട്. പിന്നെ ഇപ്പോൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്നു. ഒരു 28 വർഷമായിട്ട് പ്രവാസിയായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, സെയിം ഫീൽഡ്. എൻ്റെ പേര് പ്രമോദ് എന്നാണ്. ഞാൻ 1993 മുതൽ പ്രോസസ് കളർ ഉണ്ടായിരുന്നു. 2001 പ്രവാസ ജീവിതം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്നു. MNC സാച്ചി എന്ന് പറഞ്ഞ അഡ്വർടൈസിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കുടുംബം വന്നിട്ടുണ്ട്. ഭാര്യ അമ്പിളി, രണ്ടാമത്തെ ആൾ മോൻ ആദിത്യ, കൈ കാണിക്കേ. ഓക്കെ, ദെൻ അനന്ത്. താങ്ക് യു.
എൻ്റെ പേര് ടോം. ഞാൻ 1997-98 ശങ്കറിനൊപ്പം അവിടെ സിസ്റ്റത്തിലുണ്ടായിരുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ US-ലാണ്. എൻ്റെ മോന് ഇപ്പോൾ +1 വൈഫ് അവിടെ വർക്ക് ചെയ്യുന്നു. ഞാനിപ്പം വെക്കേഷന് ഒരു മെയ് 2nd വീക്കിൽ വരാനിരിക്കുകയായിരുന്നു. അന്നേരം പെട്ടെന്നൊരു ചേഞ്ച് വന്നു. അന്നേരം അങ്ങനെയൊരു അവസരം ഉണ്ടായി. അന്നേരം അതുകൊണ്ട് ഞാൻ നേരത്തെ ഈ ഗ്രൂപ്പിൽ ഇത് കണ്ടിരുന്നു ഡീറ്റെയിൽസൊക്കെ. പക്ഷേ അന്നേരം ഞാൻ എൻ്റെ ഡേറ്റ് കൺഫേം അല്ലാത്തതുകൊണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് ജോസഫുമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു. അന്നേരം ജോസഫിനോട് പറഞ്ഞു ചിലപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട് ഡേറ്റ്. ഏതായാലും അത് ചേഞ്ചായി. അതുകൊണ്ട് എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു. എല്ലാവരെയും കാണാൻ സാധിച്ചു. കുറച്ച് പേരെയൊക്കെ അറിയാവുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 1.5 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഇപ്പോൾ കൂടുതലായിട്ട് ശങ്കർ, ജോസഫ്, തോമസ് ഇവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട്. ഏതായാലും ഇങ്ങനെയൊരു അവസരം ഉണ്ടാക്കിയ ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എൻ്റെ പേര് രമ സുരേഷ്. ഞാൻ പ്രോസസ് കളറിൻ്റെ സഹോദര സ്ഥാപനമായ SR ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോയിൽ കുറച്ച് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സ്റ്റുഡിയോ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ ജോലിക്ക് പോയി. ഇപ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് സുരേഷ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ ഞങ്ങൾ ചെങ്ങന്നൂർ ഒരു കളർ ലാബിൽ 2 പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമസ്തേ, എൻ്റെ പേര് ശങ്കർ. ഞാൻ 95 മുതൽ 98 വരെ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നതാണ്. എനിക്ക് പറയാനുള്ള ഭൂരിഭാഗം കാര്യങ്ങളും ബിജുമോൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളൊരു 1-1.5 ടീമായിരുന്നു. ഒരു രക്ഷയില്ലാത്തൊരു ടീമായിരുന്നു. എങ്ങാണ് നിന്ന് പോയിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ടെസ്ലേനെ വരെ കടത്തി വെട്ടാൻ പറ്റിയ ഒരു പ്രസ്ഥാനമായിരുന്നു പ്രോസസ് കളർ. പോട്ടെ, എല്ലാവരും പിരിഞ്ഞു, അത് പോട്ടെ. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഭാര്യ, ഒരു മകളുണ്ട്. അവളിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. ഞാൻ തൃപ്പൂണിത്തുറയിൽ ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് തുടങ്ങാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ ഇതിനു വേണ്ടി മെനക്കെട്ട ആൾക്കാരും ഇത് ഓർഗനൈസ് ചെയ്ത ആൾക്കാർ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. രാജൻ സാറിന് ദീർഘായുസ്സും നല്ല ആരോഗ്യവും ഭഗവാൻ കൊടുക്കട്ടെ. പ്രോസസ് കളർ ഇത് ഇനിയും അഭിവൃദ്ധിയിലേക്ക് വളരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. എൻ്റെ പേര് ബ്ലെയ്സ്. ഞാൻ 92-ലാണ് പ്രോസസ് കളറിൽ ജോയിൻ ചെയ്തത്. വൈഫ് ടീച്ചറാണ്. പിന്നെ മോള് 10th മോൻ 3rd സ്റ്റാൻഡേർഡ്. ഇപ്പോഴും നമ്മുടെ തറവാട്ടിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാവരെയും കാണാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. പിന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത നമ്മുടെ എല്ലാ ജോജി ചേട്ടൻ, ബാബുച്ചേട്ടനാണ് എന്നെ ഈ സ്ഥാപനത്തിലേക്ക് ജോയിൻ ചെയ്യാനുള്ള മെയിൻ കാരണം. ബാബുച്ചേട്ടനാണ്. അതുപോലെ ജോസഫ്, ജോബി, ഇതിൽ ഷിമ്മി, ഇവർക്കെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഇങ്ങനൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാനായിട്ടുള്ള മുൻകൈ എടുത്ത് എല്ലാവർക്കും തന്നെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഗുഡ് ഈവനിങ് എവരിബഡി. എൻ്റെ പേര് ജോസഫ് ബെർണാഡ്. ഞാൻ 2004 ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ എക്സോപാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ റോൾ മോഡൽ വിന്നി ചേട്ടനായിരുന്നു. പേഴ്സണൽ വൈസും വർക്ക് വൈസിലും നല്ലൊരു റോൾ മോഡലായിരുന്നു. ഓക്കെ, എൻ്റെ 2 പിള്ളേരാണ്. മൂത്തവൻ മർച്ചൻ്റ് നേവിയിലാണ്. ഇളയവൻ മൾട്ടിമീഡിയ കഴിഞ്ഞിട്ട് പ്ലേസ്മെൻറ്റിന് വെയിറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജി ജോസ് എന്നാണ്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത്. 98 മുതൽ 2008 വരെ ഞാൻ പ്രോസസ് കളറിൻ്റെ അക്കൗണ്ട് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലാണ് ജോലി ചെയ്തിരുന്നത്. സെയിൽസ് എക്സിക്യൂട്ടീവ് തന്നെയാണത്. കോട്ടയം, മംഗലാപുരം, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. ഇപ്പോൾ ഗവൺമെൻറ് സർവീസിലാണ്. 2011 മുതൽ ഗവൺമെൻറ് സർവീസിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ വൈഫ് നേഴ്സായി ജോലി ചെയ്യുന്നു. 2 കുട്ടികളാണ് എനിക്ക്. മോള് 1ാം വർഷം നേഴ്സിംഗ് പഠിക്കുന്നു ബാംഗ്ലൂർ. മോനിപ്പോൾ SLC റിസൾട്ട് വെയിറ്റിംഗ് ആണ്. താങ്ക് യു. എൻ്റെ പേര് പ്രേംകുമാർ. സ്ഥലം മാവേലിക്കര, ചെന്നിത്തല. ഞാൻ 97 തൊട്ട് ഇപ്പോഴും ഡാനിൽ സാറിനോട് വർക്ക് ചെയ്യുന്നു. 2 മക്കളുണ്ട്. മൂത്തത് മകൾ മായ പ്രേംകുമാർ, BSc ഫിസിക്സ്, NSS കോളേജ് ചങ്ങനാശ്ശേരി പഠിക്കുന്നു. മകൻ +2 കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും കണ്ടത് നന്ദി. എൻ്റെ പേര് ജോയ്. ഞാനിവിടെ
1994 ജോയിൻ ചെയ്ത. അങ്ങനെ ഒരു 9 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ചാടിപ്പോയതാട്ടോ. ചാടിപ്പോയെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രാഫിക് ഡിസൈനർ അല്ല. ഒരു കോൺട്രാക്റ്റ് അടിക്കുന്ന ഒരാൾ എങ്ങനെ ഗ്രാഫിക് ഡിസൈനർ ആവും? നേരെ ചെല്ലുന്നത് ഗ്രാഫിക് ഡിസൈനർ ജോബിലേക്കാണ്, അത് ദുബായിൽ. അങ്ങനെ അവിടെ 4 മന്ത് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ശമ്പളം പോരാന്ന് പറഞ്ഞപ്പോൾ ജോലി നിർത്തി നാട്ടിലേക്ക് പോകുന്നു. അടുത്തത് ഷിപ്പിംഗ് ക്ലർക്കായിട്ട് തിരിച്ച് കുവൈറ്റിലേക്ക് പോകണം. അതാണ് 14 ഇയേഴ്സായിട്ട് ഷിപ്പിംഗ് കമ്പനിയിലെ ലാസ്റ്റ് റിട്ടയർഡ് ആണെങ്കിൽ മുമ്പ് ഇരുന്ന് ജോലി നിർത്തുന്ന വരെ ഷിപ്പിംഗ് കോർഡിനേറ്ററാണ്. ഞാൻ തിരിച്ച് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ജസ്റ്റ് 1 മാസം, ചിലപ്പോൾ 2 മാസം. ഇപ്പോൾ കമ്പനിയിൽ നിന്ന് പോകുന്നു, തിരിച്ച് കമ്പനിയിലേക്ക് തന്നെ പോകും. എൻ്റെ മോനെ അവിടെ പഠിക്കുകയാണ് കുവൈറ്റിൽ, ഓൺലൈനിൽ പഠിക്കുകയാണ്. കുവൈറ്റിൽ തന്നെയാണ്, വൈഫ് അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാനും തിരിച്ച് കയറും, മോനെയും ആ കമ്പനിയിൽ കയറ്റിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഇരുന്ന് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റാണ്. ഷെയർ മാർക്കറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് മേടിച്ച് ഇന്ന് വിൽക്കുക, ഇതാണ് എൻ്റെ ഹോബി. ഇത്രയേ ഉള്ളൂ എൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾ ഇവിടെ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണാനും അവരോട് മിണ്ടാനും, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്ന അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും എടുത്തു പറയാൻ പറ്റാത്ത സ്നേഹം അറിയിക്കുന്നു. വീണ്ടും ഇങ്ങനെ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകണം, ഒരുമിച്ച് മുന്നോട്ട് പോകണം. എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായി ആശംസയോട് ഞാൻ നിർത്തുകയാണ്. ഹലോ, എൻ്റെ പേര് മനോജ്. ഞാൻ പ്രോസസ് കളറിൽ 94 മുതൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വൈഫ്, ഭാര്യയും 2 മക്കളും. മകൻ +2 ഇപ്പോൾ എഴുതി നിൽക്കുന്നു, മോള് ഇപ്പോൾ 4ാം ക്ലാസ്സിലേക്കായി. ഓക്കെ, താങ്ക് യു. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ഞാൻ അശോക്. 92 മുതൽക്ക് 96 വരെ പ്രോസസ് കളറിലുണ്ടായിരുന്നു. എൻ്റെ മോള് UK പഠിക്കുകയാണ്, മോൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വൈഫ് വന്നിട്ടുണ്ട്. എൻ്റെ പേര് തോമസ് കോശി. 2000 മുതൽ 2003 വരെ പ്രോസസ് കളർ വർക്ക് ചെയ്യുന്നു. ഇപ്പോഴും പ്രോസസ് കളറിൻ്റെ സഹോദര സ്ഥാപനത്തിൽ ഗിനറ്റയിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ വൈഫും മോളും വന്നിട്ടുണ്ട് അവിടെ ബാക്കിൽ നിന്ന്. ഞാൻ സന്തോഷ് കുമാർ. 1994 മുതലാണ് ഞാൻ ജോയിൻ ചെയ്തത്. 2003 വരെ. 2003 റിസൈൻ ചെയ്തിട്ട് മലയാള മനോരമയിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ മലപ്പുറം യൂണിറ്റിലാണ്. എനിക്കിതിൽ ഏറ്റവും നന്ദി പറയേണ്ടത് സത്യനാരായണൻ എന്ന് പറഞ്ഞ ആളോടാണ്. കാരണം എൻ്റെ മാമയാണ് ഇങ്ങോട്ട് കൊടുന്നത്. അത് ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കണം. പിന്നെ എനിക്ക് 2 മക്കൾ. ഒരാൾ +2 പഠിക്കണം, ഒരാൾ 4th. വൈഫ് വന്നിട്ടില്ല. വൈഫിൻ്റെ 10th ബാച്ച് മീറ്റാണ് ഇന്ന്, അപ്പോൾ അങ്ങനെ പോയിരിക്കുക. ചെറിയ മോള് വന്നിട്ടുണ്ട്, 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മധുസൂദനൻ. 2008 മുതൽ പ്രോസസ് കളറിൽ അക്കൗണ്ട്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഭാര്യ 2 കുട്ടികളുമാണ്. കണ്ണൂരാണ് താമസം. ഇവിടെ തുടർച്ചയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ഷാലു. ഞാൻ കണ്ണൂരാണ്. 2001 മുതൽ 2016 വരെ പ്രോസസ് കളറിന് വേണ്ടിയിട്ട് സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചുരുക്കം ചില പേർക്ക് എനിക്ക് ഡയറക്റ്റ് കണ്ടിട്ട് പരിചയമുള്ളൂ. ഇപ്പോൾ എല്ലാവരുടെ പേരും ഒരുപാട് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരെയും ഒന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. താങ്ക്സ്. അപ്പോൾ നമസ്കാരം എല്ലാവർക്കും. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പേര് പറയേണ്ട കാര്യമില്ല, ഇപ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ഫ്ലാഷ് ആയി കഴിഞ്ഞു. ഞാൻ 92 മുതൽ 2006 വരെ പ്രോസസ് കളറിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അതിനുശേഷം ദുബായിലായിരുന്നു. പിന്നെ 2017 തിരിച്ചു പോന്നു, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എനിക്കൊരു മോളാണുള്ളത്, വൈഫ്. മോള് +2 കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഇനി നെക്സ്റ്റ് 7th നീറ്റിൻ്റെ എക്സാം ഉണ്ട്, അതിന് അറ്റൻഡ് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്. എന്നിട്ട് അത് അഥവാ കിട്ടിയാൽ അതിന് പോകുന്നു, അതല്ലെങ്കിൽ 1 ഇയർ കൂടെ ബ്രില്യൻറ്റിൽ വല്ലതും പഠിപ്പിച്ച് ഒന്നുകൂടി ഇതാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ബാക്കി വീട്ടുകാരെല്ലാവരും ഒക്കെ സുഖമൊക്കെ ഇരിക്കുന്നു, സന്തോഷം. ഇതിൽ കുറച്ച് പേർക്ക് തന്നെ അറിയാൻ പാടില്ലാതെ ഉള്ളൂ, ബാക്കി നമ്മൾ ഇച്ചിരി ഫേമസ് താരം തന്നെ ആയിരുന്നു. ഓക്കെ, എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് തോമസ് ചെറിയാൻ. ഞാൻ
4 മുതൽ 2001 വരെ പ്രോസസ് കളറിലുണ്ടായിരുന്നു. പ്രോസസ് കളർ, SR ഡിജിറ്റൽ, ലിത്തേഡ്, എനിക്കറിയത്തില്ല ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് അതിനേക്കാളുള്ള ഉപരി അറിയപ്പെടാൻ താല്പര്യം രാജൻ സാറിൻ്റെ സ്റ്റുഡൻറ്റ് ഉള്ള രീതിയിലാണ്. ബിക്കോസ് ഹീ ഈസ് ദ വൺ ഹു ട്രെയിൻഡ് അസ്. ഓക്കെ, ഞങ്ങൾ കോളേജിൽ നിന്ന് അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ് നേരെ പ്രോസസ് കളറിലേക്ക് വരുമ്പം ഒരു പ്ലാറ്റ്ഫോം തന്നത് രാജൻ സാറാണ്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അതുതന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ നിന്ന് വളർന്ന് ഇന്ന് ഞാൻ MWT എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ജനറൽ മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. 5 ബ്രാഞ്ചസ് ഉണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇങ്ങനെയൊരു അവിടെ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യുന്ന അബ്രോഡിലേക്ക് സ്റ്റഡി അബ്രോഡ് റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ സ്റ്റഡി അബ്രോഡിനേക്കാളും കൂടുതൽ നേഴ്സസിനെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, UK അങ്ങനെ അവിടത്തേക്ക് ഉള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. 21 ഇയേഴ്സായിട്ട് ആ ഓർഗനൈസേഷനുണ്ട്. ഞാൻ ഈ ഓർഗനൈസേഷൻ്റെ കൂടെ ഓൾമോസ്റ്റ് 10 ഇയേഴ്സ്, മോർ ദാൻ 13 ഇയേഴ്സായി ഇപ്പം. ആൻഡ് ഐ ആം ഔട്ട് ടു സേ ദാറ്റ് ഞാൻ രാജൻ സാറിൻ്റെ പ്രോസസ് കളറിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു നിലയിലെത്തിയെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇവിടെയാണ് എനിക്ക് പല പുതിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ BA എക്കണോമിക്സ് കഴിഞ്ഞ് വന്ന ഒരാൾ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പഠിച്ച ഒരാൾ, പ്രിൻറ്റിംഗ് ടെക്നോളജിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ, ഞാൻ പ്രോസസ് കളറിൽ തിളങ്ങാൻ പറ്റി. ഐ ഹോപ്പ് യു ഓൾ അഗ്രി വിത്ത് ഇറ്റ്. ദെൻ അത് കഴിഞ്ഞ് ഒരു ബന്ധവും ഇല്ലാത്ത എഡിറ്റിങ്ങിലേക്ക് എനിക്ക് രാജൻ സാർ എനിക്ക് ഒരു അവസരം തന്നു. എനിക്ക് രാജൻ സാർ അമേരിക്കയ്ക്ക് പോകുന്നതിന് പേടിയായിരുന്നു. കാരണം തിരിച്ചു വരുന്ന ഒരു കവർ കാണും, അതിനകത്ത് നിറച്ച് CDസാണ്. ഈ CDs പിറ്റേ ദിവസം മുതൽ ഞാൻ രാവിലെ ഇട്ട് കണ്ടിട്ട് എനിക്ക് അതിനകത്ത് നോക്കിയിട്ട് ബാക്കിയുള്ളവരെ ട്രെയിൻ ചെയ്യൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഗിഫ്റ്റ് രാജൻ സാറിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ പ്രാവശ്യവും അമേരിക്കയ്ക്ക് പോയിട്ട് തിരിച്ചു